നാട്ടിലായിരിക്കുമ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും സീസണായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉച്ചയ്ക്ക് ഇതുപോലെ ഒരു ചക്കപ്പുഴുക്കും അതേപോലെ മാങ്ങ ഇട്ട് വെച്ചൊരു മീൻകറിയും അധികം ചാളയായിരിക്കും. ഇതൊക്കെ തന്നെയായിരിക്കും ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്ന് അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഒരു ഊണ് ചക്കപ്പുഴുക്കും മീൻകറിയൊക്കെ കൂട്ടി മാങ്ങ ഇട്ട മീൻകറിയൊക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കണമെന്ന് തോന്നി. ഇന്ന് ഞങ്ങളത് റെഡിയാക്കി. അപ്പം മാങ്ങ ഇട്ട് വയ്ക്കുന്ന മീൻകറി ഭയങ്കര സിമ്പിളാണ്. നമ്മളാദ്യം മീൻ നന്നാക്കി കഷ്ണങ്ങളാക്കി അത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ, ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അരച്ചിട്ട് നമ്മൾ ആ അരപ്പ് ഈ മീനിലേക്ക് ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ അതേപോലെ പച്ചമുളകും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് വേവിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച മീൻകറി റെഡിയായി. പിന്നെ ഇനി അടുത്ത് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ഫ്രഷ് ചക്ക കിട്ടില്ല, പച്ചച്ചക്ക കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രോസൺ ചക്കയാണ് മേടിച്ചത്. അതൊരു പാക്കറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിക്കും. എന്നിട്ട് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് അരപ്പ് ചേർക്കും. അരപ്പിനായിട്ട് തേങ്ങയും ചെറിയുള്ളിയും അതേപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കും. എന്നിട്ട് ചക്ക വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ അരപ്പ് ചക്കയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് അതിനകത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഉണ്ടെങ്കിൽ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കഴിഞ്ഞാൽ ചക്കപ്പുഴുക്കും റെഡിയായി. പിന്നെ കുറച്ച് മീൻ വറുത്തെടുക്കുകയും കൂടി ചെയ്തു. അങ്ങനെ ഇന്ന് ചക്കപ്പുഴുക്കും മീൻകറിയും മീൻ വറുത്തതും കാന്താരി ഉപ്പിലിട്ടതും എല്ലാം കൂടി നല്ല ആർഭാടമായിട്ട് ചോറുണ്ട്. നമ്മൾ മലയാളികൾക്ക് പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ നാടൻ ഭക്ഷണത്തോടായിരിക്കുമല്ലോ താല്പര്യം. ഇവിടെ ഞങ്ങൾക്ക് അധികവും ഇങ്ങനെ ചക്കയും മാങ്ങയും ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെ നാടൻ ഭക്ഷണം തന്നെയാണ് അധികവും എല്ലാവർക്കും ഇഷ്ടമാണ്. അത് തന്നെയായിരിക്കും അധികം ഉണ്ടാക്കുക.